കൈക്കൂലി വാങ്ങിയതിന് അറസ്റ്റിലായ കൊച്ചി കോർപ്പറേഷൻ ബിൽഡിംഗ് ഇൻസ്പെക്ടർ സ്വപ്നയെ വിജിലൻസ് നാളെ കസ്റ്റഡിയിൽ വാങ്ങും. 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ട് നൽകണമെന്നാണ് തൃശൂർ വിജിലൻസ് കോടതിയിൽ നൽകിയ അപേക്ഷയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബിൽഡിംഗ് ഇൻസ്പെക്ടർമാർ കൂട്ടത്തോടെ കൈക്കൂലി വാങ്ങി വീതം വയ്ക്കുന്ന പതിവുണ്ടെന്നതുൾപ്പെടെ നിർണായകമായ മൊഴി സ്വപ്ന നൽകിയിരുന്നു. വിവരങ്ങളുമായി ഉമേഷ് ചേരുകയാണ് കൊച്ചിയിൽ നിന്നും. ഉമേഷ്, ഈ സ്വപ്ന പിടിയിലായി, അതിനേക്കാൾ വളരെ ഗുരുതരമായ ചില വിവരങ്ങളാണ് സ്വപ്ന മൊഴി നൽകിയിരിക്കുന്നത്. ഏറ്റവും കുറവ് കൈക്കൂലി വാങ്ങുന്നത് താനാണ്, പ്രതിമാസം 3 ലക്ഷം രൂപ. മറ്റു പലരും ഇതിനേക്കാൾ കൂടുതൽ കൈക്കൂലി വാങ്ങാറുണ്ട്. വലിയ തരത്തിലുള്ള ഒരു അഴിമതിയുടെ ഒരു രീതി ആണ് സ്വപ്ന വെളിപ്പെടുത്തുകയും ചെയ്തത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുത്തിരിക്കുന്ന അഴിമതിക്കെതിരായ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് വിജിലൻസ് വലിയ തരത്തിലുള്ള അന്വേഷണം നടത്തുകയും ചെയ്തു. ഏതായാലും സ്വപ്നയെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ അവിടെ നടന്ന മറ്റ് അഴിമതികളുടെ കൂടി വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉമേഷ്. അതെ സിജു, ഒട്ടേറെ പ്രധാനപ്പെട്ട മൊഴികൾ സ്വപ്നയുടേതായിട്ട് വരുന്നുണ്ട്. ഈ പ്രാഥമിക ചോദ്യം ചെയ്യലിലാണ് വിജിലൻസിനോട് ഇക്കാര്യമൊക്കെ സ്വപ്ന വെളിപ്പെടുത്തിയിരിക്കുന്നത്. സ്വപ്ന പറയുന്നത് പ്രകാരം ഈ കോർപ്പറേഷനിൽ നിരവധി ഉദ്യോഗസ്ഥർ പതിവായി കൈക്കൂലി വാങ്ങുന്നവരാണ്. അത് ബിൽഡിംഗ് ഇൻസ്പെക്ടർമാരായാലും ഹെൽത്ത് ഇൻസ്പെക്ടർമാരാണെങ്കിലും ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങാറുണ്ട്. കൂട്ടത്തോടെ കൈക്കൂലി വാങ്ങി അത് പങ്കിടുകയൊക്കെയാണ് ചെയ്യാറുള്ളത്. അക്കൂട്ടത്തിൽ താനാണ് ഏറ്റവും കുറവ് കൈക്കൂലി വാങ്ങുന്നത്. ഒപ്പം ഈ പ്രതിമാസം 3 ലക്ഷത്തോളം രൂപ കൈക്കൂലിയായി സ്വപ്ന വാങ്ങാറുണ്ടെന്നും ആ പണം ഉപയോഗിച്ച് തൃശ്ശൂരിലും എറണാകുളത്തുമൊക്കെ വസ്തു വാങ്ങിയിരുന്നതായും ഒക്കെ വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണത്തിലേക്ക് വിജിലൻസ് കടക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നിലവിൽ റിമാൻഡിൽ കഴിയുന്ന സ്വപ്നയെ 3 ദിവസത്തേക്ക് വിജിലൻസ് കസ്റ്റഡിയിൽ വിട്ടു നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വിജിലൻസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. നാളെ ആ അപേക്ഷ കോടതിയുടെ പരിഗണനയിൽ വരികയും സ്വപ്നയെ കസ്റ്റഡിയിൽ വിട്ട് കിട്ടുകയും ചെയ്യും എന്നാണ് വിജിലൻസിൻ്റെ ഒരു പ്രതീക്ഷ. അങ്ങനെ വരുമ്പോൾ പരമാവധി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് വിജിലൻസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനായി പ്രത്യേകം ഒരു ചാർട്ട് തന്നെ ഉണ്ട്. അതായത് കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥർ ഒരു ചാർട്ട് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് എന്നൊക്കെയാണ് സ്വപ്ന പറഞ്ഞിട്ടുള്ളത്. ഓരോരുത്തർക്ക് എത്ര രൂപ നൽകണം എന്നത് സംബന്ധിച്ചൊക്കെ കൃത്യമായ നിരക്ക് കാണിച്ചുകൊണ്ടൊരു ചാർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ കൂടുതൽ തെളിവെടുപ്പടക്കം നടത്തേണ്ടതുണ്ട്. ആരൊക്കെയാണ് കൂടുതൽ ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥർ എന്ന് വിജിലൻസിന് കണ്ടെത്തേണ്ടതുണ്ട്. കൂടുതൽ പരാതിക്കാരുണ്ടോ എന്നും വിജിലൻസ് അന്വേഷിച്ച് വരുന്നുണ്ട്. അങ്ങനെ പരാതി ലഭിച്ചാൽ അവരുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തി മറ്റ് ആവശ്യമെങ്കിൽ കൂടുതൽ FIR ഇട്ട് അന്വേഷിക്കുക എന്ന നിലയിലേക്ക് തന്നെയാണ് കൊച്ചി കോർപ്പറേഷനിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. കൃത്യമായി എത്ര വർഷം എന്നുള്ളത് അറിയില്ല. പക്ഷേ ഏതാനും നാളുകളായി സ്വപ്ന ഇവിടെ തന്നെയുണ്ട്. സ്വപ്ന യഥാർത്ഥത്തിൽ എറണാകുളം സ്വദേശിയാണ്. അവരുടെ ഭർത്താവിൻ്റെ വീടാണ് തൃശ്ശൂരുള്ളത്. അതിനുശേഷമാണ് ഈ രണ്ടിടത്തും അവർ വസ്തു വാങ്ങുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് ഈ കൈക്കൂലി വാങ്ങിയതിന് ശേഷമാണ് എന്നാണ് വിജിലൻസ് പറയുന്നത്. എത്ര നാളായി ഇത് തുടരുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിജിലൻസിൻ്റെ അന്വേഷണ പരിധിയിലാണ്. അവർ അതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കും. കുറേ വർഷങ്ങളായി ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങുന്നുണ്ടോ എന്നൊക്കെയാണ് വിജിലൻസ് പരിശോധിക്കുന്നത്. നിലവിൽ ഈ 15,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിലാണ് സ്വപ്ന അറസ്റ്റിലായിട്ടുള്ളത്. ഇതിനു മുൻപും ഓരോ മാസവും 3 ലക്ഷത്തോളം രൂപയൊക്കെ സ്വപ്ന കൈക്കൂലി വാങ്ങാറുണ്ട് എന്നും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അത് എത്ര നാളായി തുടർന്ന് വരുന്നു എന്നുള്ളത് വിജിലൻസ് അന്വേഷണ പരിധിയിലാണ്. അത് സ്വപ്നയെ ചോദ്യം ചെയ്യുന്നതോടെ അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടി സ്വപ്നയെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് വിജിലൻസിൻ്റെ നീക്കം. ശരി, ഉമേഷാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. സ്വപ്ന കൊച്ചി നഗരസഭ ജീവനക്കാരി 3 ലക്ഷം രൂപ പ്രതിമാസം കൈക്കൂലി വാങ്ങിയിരുന്നുവെന്ന് വിജിലൻസിനോട് പറഞ്ഞ സ്വപ്നയെ നാളെ വീണ്ടും 3 ദിവസത്തേക്ക് വിജിലൻസ് കസ്റ്റഡിയിൽ വാങ്ങുമെന്നുള്ള വിവരങ്ങളാണ്.